മനസ്സിലാക്കാൻ ഗാന്ധിജിക്ക് പ്രേരണ കൊടുത്തത് പ്രിയാണ്. വീണ്ടും നമുക്കൊരു കഥ കേൾക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഷോപ്പിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടുവരും, ചോക്ലേറ്റ് ആയിട്ടും മറ്റുമൊക്കെ. അമ്മയോട് പറയില്ല അത് എവിടുന്നാ കിട്ടിയെന്ന്, അമ്മ ചോദിക്കുകയില്ല. അങ്ങനെ അമ്മയും കൂടെ അത് പങ്കുവെച്ച് ആപ്പിൾ കട്ടു, അത് കട്ടു, പലതും കട്ട് കുട്ടി ഒരു പ്രൊഫഷണൽ കള്ളനായി മാറി. കേട്ടില്ലേ കഥ? അവസാനം അങ്ങനെ വലിയൊരു കള്ളനായി മാറി. അവൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നാട്ടുകാരവനെ ഓടിച്ചു. അവനിങ്ങനെ കട്ടും പല സ്ഥലങ്ങളിലും പോയി. അവസാനം അവന് കൊലപാതകങ്ങൾ വരെ ചെയ്യേണ്ടി വന്നു, പലരെയും കൊല്ലേണ്ടി വന്നു, പിടിക്കപ്പെട്ടു, ജയിലിലായി. കോടതിയിൽ അവന് എവിഡൻസൊക്കെ എതിരായി, അവന് തൂക്ക് ശിക്ഷ വിധിച്ചു. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് അവനോട് ചോദിക്കുകയാണ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അപ്പം അവൻ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ആഗ്രഹം എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്നാണ്. അങ്ങനെ അമ്മയെ കൊണ്ടുവരികയാണ് പോലീസുകാർ. അപ്പം അഴിയിലിട്ടിരിക്കുന്ന ഇവൻ്റെ, ചങ്ങലയൊക്കെട്ടിരിക്കുന്ന ഇവൻ്റെ അടുത്തേക്ക് അമ്മയൊന്ന് തിരിഞ്ഞു. നിനക്കെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പറഞ്ഞു, അമ്മയൊരു കാര്യം ചെയ്യൂ, അഴിയിലൂടെ ചെവി ഇങ്ങോട്ട് കാണിച്ചു തരുമെന്ന്. കാരണം എനിക്ക് പുറത്തു വരാൻ പറ്റില്ല. എന്നിട്ട് ഇവൻ അഴിയുടെ അടുത്തേക്ക് ചെന്ന് എന്താ ചെയ്തതെന്നറിയോ? ആ ചെവി കടിച്ചു പറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അത് കണ്ടതും ആ ജയിലർമാർക്ക് ഭയങ്കര വിഷമം തോന്നി. കൊടുത്തു അവിടുന്ന്. ഇത്ര ക്രൂരത ആവാൻ വയ്യ, സ്വന്തം അമ്മയുടെ ചെവി കടിച്ചു പറക്കി, എന്ത് തോന്നിവാസാണിത്, ഇനിയും നിനക്ക് മതിയായിട്ടില്ലേ? അപ്പോഴേക്കും അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് പൊട്ടി ഒഴുകാൻ തുടങ്ങി. പറഞ്ഞു, ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് ആയതുണ്ടല്ലോ, അതിനാരാ കാരണം എന്നറിയോ? ഈ അമ്മയാണ് കാരണം. അന്ന് ഞാൻ കട്ടുകൊണ്ടുവരുന്ന സമയത്ത് അന്ന് അമ്മ ചോദിച്ചാൽ മതിയിരുന്നു, എവിടുന്നാണ് നിനക്കിത് കിട്ടുന്നത്? അന്ന് 2 അടി തന്നിട്ട് എൻ്റെ സ്വഭാവത്തെ അമ്മ മാറ്റാൻ എന്നെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാനിവിടെ കിടക്കില്ലായിരുന്നു പറയാണ്. അപ്പം നമുക്ക് ഈ കഥകളിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഒന്നാണ്, നാം ഏത് സ്വഭാവത്തെയാണോ വളർത്തിയെടുക്കുന്നത് ആ സ്വഭാവമായിരിക്കും നമ്മളിൽ പ്രവലൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ സുനീതി പരാതി പറയുന്ന സ്വഭാവമല്ല എടുത്തത്, ആണോ? ആരിലേക്ക് ശ്രദ്ധ തിരിച്ചു? ഭഗവാനിലേക്ക്. അതുകൊണ്ട് വേദനിക്കുന്ന മനസ്സുള്ള ഉണ്ണിയുടെ മനസ്സിനെയും ആരിലേക്ക് ഉയർത്തി? ഭഗവാനിലേക്ക് ഉയർത്തി. ഇത്രയേ ഉള്ളൂ ജീവിതം. നമ്മൾ എത്ര കണ്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു, ഭഗവാൻ കൂടെയുണ്ട്, ഇതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടതായിരിക്കാം, എന്തായാലും ഭഗവാനെ അവിടുത്തെ പ്രസാദമായിട്ട് ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവത് സ്മരണം നമ്മുടെ ചിത്തത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ മനസ്സിനെയും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. എന്നിട്ട് ഉണ്ണിയോട് പറയുന്നു, ഉണ്ണി ഇതല്ലാതെ ഉണ്ണി വേറെ വഴിയില്ല. തമേവ വത്സാശ്രയഭൃത്യവത്സലം മുമുക്ഷുഭിർമൃഗ്യപദാബ്ജപദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്തപ്യ ഭജസ്സപൂരുഷം. ഉണ്ണി വത്സ, ഈ വഴിയല്ലാതെ വേറെ യാതൊരു വഴിയില്ല ഉണ്ണി. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവരെന്നും ഭഗവാൻ കൈവിട്ടിട്ടില്ല എന്നാ ഇതുവരെ അനുഭവം. അതുകൊണ്ട് ഉണ്ണി അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്സി അവസ്ഥാപ്യ ഭജസ്സപൂരുഷം. നിന്റെ മനസ്സിൽ ആ ഭഗവാനെ ഉറപ്പിച്ചുകൊണ്ട് ഉണ്ണി ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കൂ. ഭഗവാൻ കൂടെയുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ ശരണമുള്ളൂ, ഭഗവാനെ ആശ്രയമുള്ളൂ എന്ന് ഉറപ്പിക്കൂ ഉണ്ണി. നാന്യം തദപത്മബലാസലോച്ചനൽ ദുഃഖച്ചിതം ദേ മൃഗയാമി കഞ്ചനാം യോ മൃഗ്യദേഹസ്ത്രഗീതപത്മയാ ശ്രീയേതരൈരംഗവിമൃഗ്യമാനയാം ന അന്യം പത്മബലാസലോച്ചനൽ. ആ ഭഗവാന്റെ പാതാരവിന്ദത്തെ ശരണം പ്രാപിക്കാതെ ഉണ്ണി ദുഃഖച്ചിതം, ഈ മനസ്സിലുള്ള ദുഃഖങ്ങളെയൊന്നും മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മൃഗയാമി കഞ്ചന, ഭഗവാനിലേക്ക് തന്നെ മനസ്സിനെ മൃഗയാമി തിരിക്കൂ ഉണ്ണി. യോ മൃഗ്യതേ, ആരാണോ തിരിക്കുന്നത്, ഹസ്തഗൃഹീത പത്മയാ ശ്രീധരംഗൈ, ലക്ഷ്മിയെ സ്വീകരിച്ചതുപോലെ ഭഗവാൻ എൻ്റെ ഉണ്ണിയെ സ്വീകരിക്കും, സംശയമില്ല. അതുകൊണ്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കൂ എന്ന് പറഞ്ഞതും ഉണ്ണിക്ക് മനസ്സിൽ വലിയൊരു ആവേശം തോന്നി. ശരിയാണ്, അമ്മ പറയുന്നത് ശരിയാണ്. ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ആര് കൂടെയുണ്ട്? ഭഗവാൻ കൂടെയുണ്ട്. ഇതൊരു വലിയൊരു സത്യമാണ്. നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, വളരെ വളരെ അനുഭവമാണ് ഓരോരുത്തരുടെ. ഞാനൊരു പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ഒരു കുട്ടി എനിക്ക് വിദേശത്ത് നിന്ന്, ഗുജറാത്തി ഫാമിലിയാണ്, ആ കുട്ടി എനിക്കൊരു ഇമെയിൽ അയച്ചിരിക്കുന്ന അവരുടെ ഒരു അനുഭവം പറയുകയാണ്. അതായത് അവളുടെ കോളേജിൽ MBA പഠിക്കുന്ന കുട്ടി കോളേജിൽ ഒരിക്കൽ
ഒരു കോൺഫറൻസ് വന്നു. അമേരിക്കയിൽ നിന്ന് ചില പ്രൊഫസർമാരൊക്കെ വന്നിട്ട് MBA പഠിക്കുകയാണ് ആ കുട്ടി, ഫൈനൽ ഇയറിന്. അപ്പോൾ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്, 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയും വരുന്നു. കുറച്ച് ലേറ്റായി കുട്ടി വരാൻ, കാരണം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവൾ ക്ലിയർ ചെയ്ത് വരാൻ. അപ്പോൾ അവൾ വരുന്ന സമയത്ത് ഇവരുടെ ഹോസ്റ്റൽ കുറച്ചൊരു വിജനമായിട്ടുള്ള സ്ഥലത്തായിരുന്നു അത്രേ. അപ്പോൾ അവിടെ വരുന്ന വഴിയിൽ ഒരു കാറും അതിൽ 2 നീഗ്രോസും, കണ്ടാൽ തന്നെ കള്ളു കുടിച്ചിട്ട് ഉന്മത്തന്മാരാണ്. ആരും ഇല്ല വഴിക്ക്, ഇവരെയൊന്നും പിടിച്ചുകൊണ്ടേ ഒരാളും അറിയൂല്ല. ഒരു നിമിഷം ആ കുട്ടിക്കൊരു ഭയമൊക്കെ വന്നുവെങ്കിലും മനസ്സ് നല്ലവണ്ണം ഭഗവത് വിചാരത്തിലേക്ക് ഉറപ്പിച്ചു. കാരണം കുട്ടിക്കാലത്തെ അച്ഛനമ്മമാർ കൊടുത്തൊരു സംസ്കാരമുണ്ട്. ആ കുട്ടി അങ്ങോട്ട് വിചാരിച്ചു, ഭഗവാൻ ഇതാണ് നിശ്ചയിച്ചെങ്കിൽ ഇത് സംഭവിക്കും, എന്തായാലും ഭഗവാൻ തന്നെ മനസ്സ് വയ്ക്കൂ. അങ്ങോട്ട് നടന്നു എന്നാണ്. ഒന്നും സംഭവിച്ചില്ല ആ കുട്ടിക്ക്. പക്ഷെ പിറ്റേ ദിവസം അവരുടെ ഹോസ്റ്റലിൽ ഒരു കുട്ടിയെ കാണാനില്ല. അന്വേഷിച്ച് നോക്കുമ്പം പോലീസൊക്കെ അന്വേഷിച്ച് പിടിച്ചു. അപ്പം നോക്കുമ്പം കടലിലെത്തിയിരിക്കണം ജഡം. ആ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കണം അവർ. അങ്ങനെ അന്വേഷിച്ച് ഇവരെയൊക്കെ പിടിച്ച് ഈ കുട്ടിയെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ കുട്ടിക്ക് വേഗം മനസ്സിലായി, ആര് നിറം കണ്ടപ്പോഴേ മനസ്സിലായി ഇവരാണെന്നുള്ളത്. അപ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്, നിങ്ങൾ ഇവളെ കണ്ടു വെച്ചു, ആ റൂട്ടിലൂടെ ഇവൾ വരുന്നത് കണ്ടു. അപ്പോൾ ഇവളെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ? അപ്പോൾ അവർ പറയണത്, ഇവൾ ഒറ്റയ്ക്കായിരുന്നില്ലേ സാർ, ഇവളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നോക്കൂ, അവരുടെ കണ്ണിൽ ഇവളുടെ കൂടെ ആരുമില്ലെങ്കിലും അവളുടെ കണ്ണിൽ ഒരാൾ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും നമുക്കിതൊക്കെയാണ് മിസ്സാവുന്നത്. നമുക്ക് ആ ഭയം വരുമ്പോൾ നമുക്ക് തോന്നുകയാണ് ആരും രക്ഷിക്കാനില്ല എന്ന്. എപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു, അപ്പോൾ പിന്നെ ഭഗവാന്റെ ജോലിയാണ് നമ്മളെ രക്ഷിക്കൽ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആരെന്നെ പ്രണശ്യതി ന പ്രണശ്യതി അഹം, ഞാൻ അവനെയും ന പ്രണശ്യതി. എന്നെ മുറുകെ പിടിക്കുന്നവനെ ഞാനും മുറുകെ പിടിക്കും. യേയദാമം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം. യേയദാമം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം. മമ വത്മാനുവത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ആരെ എന്നെ എപ്രകാരം പിടിക്കുന്നുവോ അപ്രകാരം ഞാൻ അവരെയും പിടിക്കും. ഒരു അച്ഛനും മകളും ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് അവർക്ക് ചെറിയ പുഴ കടക്കണം. ആ പുഴയിലാണെങ്കിൽ ചെറിയ പുഴയാണ്, തോട് പോലത്തെ പുഴ. അപ്പോൾ അത് കടന്നു പോകണമെങ്കിൽ ഒരു പാലത്തിലൂടെ വേണം പോകാൻ. പാലാണെങ്കിൽ പണ്ടത്തെ കാലത്തെ മരപ്പാലമാണ്, ഇളകുന്ന പാലമാണ്. അപ്പോൾ അച്ഛനും മകളും അതിലങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് മകൾ അച്ഛൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛനോട് പറയാണ്, അച്ഛൻ എൻ്റെ കൈയും മുറുകെ പിടിച്ചോളൂ എന്ന്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മകൾ എന്നെ പിടിച്ചാൽ മതി, മോള് പിടിച്ചാൽ മതി കേട്ടോ. അല്ല, അച്ഛനും പിടിച്ചോളൂ എന്ന്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ മോളെ അതിനൊരു വ്യത്യാസമുള്ളത്, മോൾ അച്ഛനെ പിടിച്ചാൽ പോരെ? അങ്ങനെയല്ല അച്ഛാ, ഒരു പക്ഷേ മോള് അച്ഛനെ വിട്ടാലും അച്ഛൻ മോളെ ഒരിക്കലും വിടുണ്ടാവില്ല. അതുകൊണ്ട് അച്ഛൻ എന്നെ മുറുകെ പിടിക്കൂ. ഇത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചാൽ ഞാൻ നിങ്ങളെയും മുറുകെ പിടിക്കും. ഇനി ഇടയ്ക്ക് നിങ്ങൾ വിട്ടാലും ഞാൻ നിങ്ങളെ വിടില്ല. അപ്പം നമ്മൾ ആ മുറുകെ പിടിക്കാൻ നമ്മൾ പരിശീലിക്കണം. ആ പരിശീലനമാണ് നമുക്ക് മനസ്സിന് വേണ്ടത്. ഇവിടെ അമ്മ ആ ഉണ്ണിയുടെ മനസ്സിനെ സുരുചി മാതാവിൻ്റെ വാക്കുകളിൽ നിന്നും അച്ഛനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ആരിലേക്ക് കൊണ്ടുവന്നു? മുറുകെ പിടിക്കും ഉണ്ണി. അതല്ലാതെ വേറെ ഉണ്ണിയുടെ ദുഃഖത്തെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. നോക്കൂ, നമ്മളും ആ സുനീതിയും നമ്മളുടെ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? നമ്മളാണെങ്കിൽ എന്താ പറയുക, സാറില്ലേ കുട്ടാ, ഒരു കാപ്പി കഴിച്ചൊക്കെ മാറുന്നു. ഒരു കാപ്പി കൊടുത്താൽ എല്ലാം മാറുന്നതാണ് നമ്മൾ പറയണത്. എന്നിട്ട് നമ്മളിരുന്ന് ദുഃഖിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. അപ്പം നമുക്ക് മനസ്സിൽ നിന്ന് ദുഃഖം മാറ്റാൻ സാധിച്ചാലേ നമുക്ക് മറ്റൊരാളുടെ ദുഃഖത്തെയും മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം പറഞ്ഞ് ആ ഉണ്ണിയുടെ മനസ്സിന് ധൈര്യമൊക്കെ കൊടുത്തപ്പോൾ ഉണ്ണി അവിടുന്ന് അങ്ങോട്ട് നിശ്ചയിച്ചു, അങ്ങനെയൊരു ഭഗവാൻ, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നൊരു ഭഗവാൻ, എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുന്ന ഭഗവാനാണെങ്കിൽ എനിക്ക് ആ ഭഗവാനെ ഒന്ന് കണ്ടേ പറ്റുള്ളൂ. അമ്മ പറയുന്നു, ഭഗവാൻ ഉയർത്തുന്നൊക്കെ പറയുന്നു, എന്നാൽ ആ ഭഗവാനെ ഒന്ന് കാണണമെന്ന്. ആ കുട്ടി എന്ത് ചെയ്തു? അപ്പം തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. 5 വയസ്സുള്ള കുട്ടി എവിടെയാ പോകേണ്ടതെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഒന്നും അറിയില്ലെങ്കിലും വീട്ടിൽ നിന്നിറങ്ങി. ഈ സന്ദർഭങ്ങളൊക്കെ നോക്കണേ. സുനീതി മാതാവ് തൻ്റെ പുത്രനെ തടഞ്ഞില്ല എന്ന് പറയണം. നമുക്ക് വരുമോ ധൈര്യം? വരുമോ? കഥയൊക്കെ കേൾക്കാൻ നല്ലതാ,
പക്ഷേ നമുക്ക് ധൈര്യം വരില്ല. കാരണം നമ്മൾ അത്രത്തോളം ആ കുട്ടിയുണ്ടല്ലോ പിടിച്ചു വെച്ചിട്ടാണ്. പലരും കുട്ടികളെ നശിപ്പിക്കുന്ന ഓവർ പ്രൊട്ടക്റ്റിങ് ചെയ്തിട്ടാണ്. അനാവശ്യമായി നമ്മൾ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ നിങ്ങൾ അവരുടെ ഗ്രോത്ത് നശിപ്പിക്കുകയാണ്. എന്നാൽ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും കൊടുക്കരുത്, അമിതമായി അവരെ പിടിച്ചു വെക്കുകയും ചെയ്യരുത്. കൂടുതൽ പിടിച്ചു വെച്ചാലും അപകടമാണ്, കൂടുതൽ തുറന്നു വിട്ടാലും അപകടമാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അവരെ വളർത്തുകയാണെങ്കിൽ അവരൊന്നും വഴിതെറ്റിപ്പോവില്ല എന്ന് പറയാണ്. ചില കുട്ടികൾക്ക് നിങ്ങൾ കാണാം, ഒന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം അത്രയും അച്ഛനമ്മമാരവരെ പിടിച്ചു വെച്ച് പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല, അത് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ വളർത്തിയിട്ടുണ്ടാവും. അത് അപകടമാണ്. അമ്മ തടഞ്ഞില്ല. ഈ കുട്ടിയെ രക്ഷിക്കാൻ ആരുണ്ടാവണം? ഭഗവാനുണ്ടാവും. അമ്മയ്ക്ക് അത്രയും കൺവിക്ഷനാണ്. ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടോ ഇറങ്ങുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സ് ഭഗവാന്റെ സ്മരണവും ഇടയ്ക്ക് ചെറിയമേ കൊടുക്കണം തോന്നും. എന്നാലും കുഴപ്പമില്ല, ഭഗവാന്റെ വിചാരത്തിൽ അങ്ങനെ പോവും. അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ അതാ വരണോ നാരായണ നാരായണ. അങ്ങനെ ഒരാളെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി കൊടുക്കുന്ന ആള്. ആ നാരായണ ശബ്ദം കേട്ടപ്പോൾ തന്നെ കഥ പറയുകയാണേ. ഭാഗവതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തിരി കഥ പറയുകയാണ്. അപ്പോൾ കുട്ടിക്കൊരു ചിന്തനം, ഇനി എങ്ങോരാവൂ ദൈവം. കാരണം നാരായണ എന്നൊക്കെ വിളിച്ച് വരുന്നുണ്ട്. ചെന്ന് നമസ്കരിച്ചു. ഭഗവാനെ അനുഗ്രഹിക്കണേ. ഉടനെ നാരദ മഹർഷി ചോദിച്ചു, കുട്ടി ആരാണ്? ഞാൻ സുനീധി മാതാവിൻ്റെ പുത്രൻ. എന്നാ അച്ഛൻ ഉണ്ടാവില്ലേ? അച്ഛൻ്റെ പേര് പറയാൻ പോലും കുട്ടിക്ക് വലിയ വിഷമം. ആരാണ്? ഉത്താനപാതൻ. അത് പറയാൻ തന്നെ വലിയ വിഷമം. കാരണം അത്രയും അച്ഛനോടുള്ള ആദരവ് കുട്ടിക്ക് പോയി കഴിഞ്ഞു. എങ്ങടാ കുട്ടി പോകുന്നത്? ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത്ര ചെറുപ്പത്തിലാ? മുട്ടയിൽ നിങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല. എത്രയോ മഹർഷിമാരെ കഠിന തപസ് ചെയ്തിട്ടും കാണാൻ പറ്റാത്ത സത്യം ഉണ്ണി മുട്ടയിൽ നിങ്ങോട്ട് വിരിഞ്ഞാൽ കാണാൻ പറ്റുമോ? അപ്പോൾ ഉണ്ണി കണ്ണിലേക്ക് നോക്കി, ഇതാരാ ഈ നിരുത്സാഹപ്പെടുത്തണത് എന്ന്. കാണാൻ പറ്റില്ലേ? ഭഗവാനെ കാണാൻ പറ്റില്ല. എൻ്റെ ഉണ്ണി ഇത് എളുപ്പമാണോ? കഠിനമായ തപസ് ചെയ്ത് എത്രയോ ആളുകൾ, എത്രയോ യോഗികൾ എത്രയോ വർഷങ്ങൾ തപസ് ചെയ്തിട്ട് അവർക്ക് കാണാൻ സാധിക്കാത്ത കാര്യം ഉണ്ണിക്കുണ്ടോ? കാണാൻ പറ്റണോ? പുണ്ണി ചോദിച്ചു, അങ്ങയുടെ പേര് നാരദൻ എന്നാണോ ചോദിച്ചു. ചോദിച്ചു എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായതെന്ന്. അല്ല, അങ്ങനെ ഈ മുടക്കാൻ എക്സ്പേർട്ടാണെന്ന് കേട്ടിട്ടുണ്ടെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഉണ്ണി, ഞാൻ മുടക്കുന്ന ആളല്ല, ഞാൻ വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ്. എന്നാ പിന്നെ എന്താ ഇങ്ങനെ പറയണോ? നാരദ മഹർഷി ആ കുട്ടിയോട് പറയാണ്, ഉണ്ണി, നാഥുനാപ്യവമാനം തേ സമ്മാനം വാപിപുത്രകാം ലക്ഷയാമകുമാരസ്യ സക്തസ്യ ക്രീഡനാദിഷു വികൽപ്പേ വിദ്യമാനേ നഹ്യസന്തോഷഹേതവ പുംസോ മോഹപ്രദേ ഭിന്ന എല്ലോകേ നിജകർമ്മഭി. ഉണ്ണി, ഇങ്ങനെ കുട്ടിക്കാലത്ത് അപമാനമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇത് കുട്ടികളുടെ മനസ്സല്ലേ ഉണ്ണിക്ക്. ആ മനസ്സൊക്കെ വിടൂ ഉണ്ണി. കളിക്കേണ്ട പ്രായമല്ലേ. കുട്ടികൾക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാലും കുട്ടികൾ അതൊന്നും മനസ്സിൽ വെക്കാൻ പാടില്ല. ചെറിയമ്മ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നമ്മളങ്ങനെ നിൽക്കരുത് ഉണ്ണി, വിട്ടേക്കൂ. കളിക്കേണ്ട പ്രായമല്ലേ. സക്തസ്യ ക്രീഡനാദിഷു. അല്ലെങ്കിൽ ഉണ്ണി, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുന്നൊക്കെയല്ലേ പറയുന്നത്. ഇത് അങ്ങനെയൊക്കെയാണെന്ന് കരുതിയാൽ മതി. ഉണ്ണി അതൊക്കെ വിടൂ. എന്തായാലും ഒന്ന് ഞാൻ പറയാം. മാത്രോപതിഷ്ഠേന യോഗേനാവരുത്സസീ യൽപ്രസാദം സവൈ പുംസാം ദുരാരാധ്യോ മതോ മമ മുനയപദവിം യസ്യ നിസ്സംഗേനോർ ജന്മഭി ന വിദുർമൃഗയന്തോഭി തീവ്രയോഗ സമാധിന. അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. ഭഗവാനുള്ളൂ നമുക്കെന്നൊക്കെ ശരിയാണ്. പക്ഷെ ദുരാരാധ്യോ വളരെ പ്രയാസമാണല്ലോ ഉണ്ണി. എത്രയോ മഹർഷിമാർ വിചാരിച്ചിട്ടും സാധിക്കാത്ത കാര്യം ഉണ്ണിക്ക് എളുപ്പം സാധിക്കും തോന്നുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ ഉണ്ണി പറഞ്ഞു, എൻ്റെ വഴി മുടക്കരുത് മഹർഷേ. എൻ്റെ മനസ്സിലുണ്ടല്ലോ സോയം ശമോ ഭഗവത ദുഃഖ ദുഃഖഹദാത്മനം ദർശിത കൃപയാ പുംസം ദുദ്ദശോസ്മദ് വിധേസ്തുയാം അദാപി മേ വിനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷ സുരുച്യ ദുർവജോ ബാണേ ന ഭിന്നേ ശ്രൂയതേ ഹൃദി. എൻ്റെ ചെറിയമ്മയുടെ വാക്കുകൾ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് മഹർഷേ അങ്ങേക്ക് കാണാൻ സാധ്യമല്ല. ക്ഷത്രിയനാണ് ഞാൻ. ക്ഷത്രിയന്മാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലേൽക്കുന്ന വേദന അവർക്ക് വലുത് തന്നെയാണ്. എന്നെ മഹർഷി കുട്ടിയായിട്ട് കണക്കാക്കരുത്. എൻ്റെ മനസ്സിൻ്റെ വേദന മാറ്റണം. എന്നെ അനുഗ്രഹിക്കൂ മഹർഷേ, എന്നെ വഴി മുടക്കല്ലേ മഹർഷേ എന്ന് പറഞ്ഞ പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ ആ നാരദ മഹർഷി പറഞ്ഞു, ഉണ്ണി, ഞാനൊന്ന് പരീക്ഷിച്ചതാണ് ഉണ്ണി, എത്രത്തോളം ഉണ്ണിക്ക് ഭഗവാനെ കാണണം എന്നുള്ള ഒരു ദൃഢത ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് ജനന്യാഭീതപന്ത സവൈ നിശ്രേയസസ്യതേ ഭഗവാൻ വാസുദേവസ്തം ഭജത്തൽ പ്രവണാത്മനാം. ഉണ്ണി, ഭഗവാൻ, ഉണ്ണിയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഉണ്ണിക്ക് സാക്ഷാത്കരിക്കേണ്ട ആള്.
അതുകൊണ്ട് ഉണ്ണി അമ്മ പറഞ്ഞത് വളരെ വളരെ സത്യമാണ്. ജനന്യാഭേദപ്പന്ത, ഉണ്ണിക്ക് അമ്മ കാണിച്ചു തന്ന വഴിയുണ്ടല്ലോ, അത് തന്നെ സത്യം, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഉണ്ണിയെ അനുഗ്രഹിക്കാൻ ഭഗവാനുണ്ട്. അതുകൊണ്ട് എവിടെ പോകണം ഉണ്ണി? തപസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഉണ്ണിക്ക് തപസ് ചെയ്യണം. ഉണ്ണി ആ ഭഗവാനിലേക്ക് മനസ്സ് ഉയർത്തണമെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം വേണം. എവിടെയാണെന്നറിയോ ഉണ്ണിക്ക്? അങ്ങോട്ട് പോയിക്കോളൂ. തത്താതകച്ചഭദ്രം തേ യമുനായ തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേ. ഹരിയുടെ നിത്യസാന്നിധ്യം മരുളുന്ന മധുവനം യത്ര യമുനായ തടം, യമുനാ നദിയുടെ തടം. ഉണ്ണി അതിന് മധുവൻ എന്ന് പറയും. ക്രൂരമൃഗങ്ങളൊന്നുമില്ലാത്ത സ്ഥലമാണത്. അവിടെയാണ് ഉണ്ണിക്ക് തപസ് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം. ഈ മധുവൻ എന്നൊക്കെ പറയുമ്പോൾ വൃന്ദാവനത്തിലാണ് ആ സ്ഥലം. ഈ മധുവനത്തിലാണ് പിൽക്കാലത്ത് ഭഗവാൻ ഗോപികമാരത്ത് രാസലീലയാടുന്നത്. ഈ മധുവനത്തിലാണ് പിൽക്കാലത്ത് വീണ്ടും ഭാഗവതത്തിലെ 9ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ അംബരീഷൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം തപസ് ചെയ്യുന്നത്. അനവധി മഹാത്മാക്കളാൽ തപസ് ചെയ്യപ്പെട്ടുള്ള ഭൂമിയാണ് മധുവനം. മധുവനത്തിൽ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം അനുഭവിച്ച മഹാത്മാക്കളാണ്. അവിടെ വെച്ചിട്ടാണ് ചൈതന്യ മഹാപ്രഭു ശരീരം ഉപേക്ഷിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ടാർസൻ എന്ന് പറയുന്ന അക്ബറുടെ ആസ്ഥാന കവി ഉണ്ടായിരുന്നു, ടാൻസൻ. അദ്ദേഹത്തിൻ്റെ ഗുരുവുണ്ട് ഹരിദാസ് സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നതും അവിടെ നിന്നാണ്. ഇന്ന് നിങ്ങൾ മധുരയിലെ വൃന്ദാവനത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബാങ്കി ബിഹാരി ക്ഷേത്രത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ഈ ഹരിദാസ് സ്വാമികൾക്ക് സ്വപ്നത്തിലുണ്ടായ ദർശനത്തിലുണ്ടായ വിഗ്രഹമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പവിത്രമായ ധന്യമായ സ്ഥലമാണ് വൃന്ദാവനം, വൃന്ദാവനത്തിലെ മധുവനം. അതുകൊണ്ട് ഗച്ഛതത്താത യമുനായ തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? സ്നാത്വാനസവനം തസ്മിൻ കാളിന്ത്യാസലിലേ ശിവേ കൃത്തോപജിതാനി നിവസൻ ആത്മന കൽപ്പിതാസനാം. ആ കാളിന്തി നദിയിൽ ചെന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി ഉണ്ണി സ്നാനമൊക്കെ ചെയ്തിട്ട് ഉണ്ണി അവിടെയുള്ള വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഉണ്ണി ഇരുന്നു കൊണ്ട് പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്നു കൊണ്ട് പ്രാണായാമേന ത്രിവിധ പ്രാണേന്ദ്രിയ മനോമലം ശനൈവിധസ്യാഭിധ്യായൻ മനസാ ഗുരുണാ ഗുരും. ത്രിവിധ പ്രാണായാമേന, 3 വിധത്തിൽ പ്രാണായാമം. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, കുറച്ചു നേരം ഇത് അഭ്യസിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ നോക്കൂ, ഭഗവാനെ ധ്യാനിക്കാൻ പറയുമ്പം ഈ ത്രിവിധ പ്രാണായാമം എന്ന് പറയും. ത്രിവിധം എന്ന് പറഞ്ഞാൽ 3 വിധത്തിൽ. എന്താ 3 വിധം പ്രാണായാമം എന്ന് പറഞ്ഞാൽ? ഒന്ന് മൂക്കുകൂടി, ഒന്ന് കണ്ണുകൂടി, അങ്ങനെയൊക്കെയാണോ? അങ്ങനെയല്ല. പൂരകം, കുംഭകം, രേചകം, അതാണ് ത്രിവിധം എന്ന് പറയുന്നത്. അതായത് കഴിയുന്നത്ര ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതിനെ കുംഭകം ചെയ്യുക, പിടിച്ചു വയ്ക്കുക, എന്നിട്ട് പിന്നെ മുഴുവൻ പുറത്തേക്ക് വിടുക. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അഭ്യസിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മുടെ ശക്തി ഇരിക്കുന്നത് ശരീരത്തിലല്ല. അത് ഈ മെഡിക്കൽ സയൻസ് അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവർ പഠിച്ചത് അനാട്ടമിയാണ്. അനാട്ടമി പ്രകാരം ശരീരത്തിലാണ്. പക്ഷെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് പ്രാണനിലും മനസ്സിലുമാണ്. നിങ്ങൾക്ക് എത്രയോ മഹാത്മാക്കളെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. വൃന്ദാവനത്തിലൊരു മഹാത്മാവുണ്ട്. ഒരു വെള്ളവും കുടിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. ഭയങ്കര ശക്തിയാണ് അദ്ദേഹത്തിന്. ഈ ശക്തിയാണ്, ശരീരത്തിൻ്റെ ശക്തി അല്ലത്, പ്രാണായാമത്തിൻ്റെയും മനസ്സിൻ്റെയും ശക്തിയാണത്. റോട്ടിൽ അങ്ങനെ കിടക്കും അദ്ദേഹം അവധൂതനായിട്ട്, തണുപ്പിലും ചൂടിലൊക്കെ, വസ്ത്രം പോലും ഇടില്ല, പരിപൂർണ നഗ്നൻ. ആളുകളെ കാണാൻ സാധിക്കും. എത്രയോ ആളുകൾ ഋഷികേശിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ശരീരത്തിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയാണത്. നമ്മുടെ ശക്തി ഇരിക്കുന്നത് പ്രാണനിലും മനസ്സിലുമാണ്. എത്ര കണ്ട് നിങ്ങൾ പ്രാണായാമം അഭ്യസിക്കുന്നു അത്ര